നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി രജി, ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജിൽ സൈക്കോളജിസ്റ്റാണ്. ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക് WHO വേൾഡ് മെന്റൽ ഹെൽത്തിനോടനുബന്ധിച്ച് 2017 തുടങ്ങിയ ക്യാമ്പയിനാണിത്. 30 കോടി ജനങ്ങളാണ് ലോകത്തിൽ വിഷാദവുമായി ജീവിക്കുന്നത്. അതിൽ തന്നെ 6 കോടി ജനങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. 20 പേരിൽ ഒരാൾ വിഷാദരോഗിയാണ്. എന്താണ് വിഷാദരോഗം? പക്ഷെ അത് പറയുന്നതിന് മുമ്പ് എന്താണ് ദുഃഖം എന്ന് പറയാം. വിഷാദരോഗം ദുഃഖം തന്നെയാണ്. അല്ല, ദുഃഖം എന്നാൽ ജീവിതത്തിന്റെ വിവിധ പ്രതിസന്ധികളും ഏത് മനുഷ്യനും ഉളവാക്കുന്ന മാനസികാവസ്ഥയാണ്. സമയവും സാഹചര്യവും മാറുമ്പോൾ നാം എല്ലാവരും അതിനെ ഓവർകം ചെയ്യാറുമുണ്ട്. എന്നാൽ ഇത് അമിതമാവുകയും ദീർഘകാലം നിലനിൽക്കുകയും ജീവിതത്തിന്റെ വിവിധ മേഖലകളെ ബാധിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ നാം അതിനെ വിഷാദരോഗം എന്ന് വിളിക്കുന്നു. ഏത് പ്രായക്കാരെയും ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ് വിഷാദരോഗം. കുട്ടികൾ, കൗമാരക്കാർ, യൗവനക്കാർ, മധ്യവയസ്കർ, വയോധികർ ആരെയും വേണമെങ്കിലും ബാധിക്കും. സ്ത്രീകളിലാണ് ഈ രോഗം അധികമായി കാണുന്നത്. അത് പ്രത്യേകിച്ച് ഹോർമോൺ വ്യതിയാനങ്ങളുള്ള സമയങ്ങളിലാണ്. കൗമാരപ്രായത്തിലും പ്രസവാനന്തര സമയങ്ങളിലും മാസമുറ നിൽക്കുന്ന സമയങ്ങളിലും ഒക്കെയാണ് കൂടുതലായി വിഷാദരോഗം സ്ത്രീകളെ ബാധിക്കാറുള്ളത്. വിഷാദരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കടഭാവം, താല്പര്യക്കുറവ്, ഉന്മേഷക്കുറവ്, ക്ഷീണം എന്നിവയാണ്. 2 ആഴ്ചയെങ്കിലും ഈ ലക്ഷണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നാം അതിനെ വിഷാദരോഗം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രത വളരെ കൂടുതലായിരിക്കും. മറ്റു ചില ലക്ഷണങ്ങൾ ഇതിനോടൊപ്പം വരാറുണ്ട്. സംസാരക്കുറവ്, മനോധൈര്യമില്ലായ്മ, ഭാവിയെപ്പറ്റി പ്രതീക്ഷയാറ്റി പോവുക, സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നുക, അങ്ങനെ പല തോന്നലുകളും ഇതിനോടൊപ്പം കടന്നു വരും. കുട്ടികളിൽ വിഷാദരോഗം വരുമ്പോൾ ചില വേറിട്ട ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ദേഷ്യം, അമിതമായി ദേഷ്യം കാണിക്കുക, ടെമ്പർ ടാൻട്രംസ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ബഹളം വയ്ക്കുക, നിർബന്ധം പിടിക്കുക, നിലവിളിക്കുക, പിന്നെ പഠനത്തിന് പുറകോട്ട് പോവുക, സ്കൂളിൽ പോകാനായിട്ട് മടി പിടിക്കുക, അങ്ങനത്തെയൊക്കെ ചില ലക്ഷണങ്ങൾക്ക് കുട്ടികളിൽ വിഷാദരോഗം വരുമ്പോൾ കാണാറുണ്ട്. അതുപോലെ തന്നെ വയോധികരിലാണെന്നുണ്ടെങ്കിൽ മനപ്രയാസമുണ്ടെന്നുള്ള കാര്യം തുറന്ന് പറയുന്നതിന് പകരം അവർ ഒരുപാട് ശാരീരികമായ രോഗങ്ങൾ, ദേഹവേദനകൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ പറ്റി വ്യസനപ്പെട്ടും വ്യാകുലത പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെ വേറിട്ട ലക്ഷണങ്ങൾ നമുക്ക് വിഷാദരോഗങ്ങളിൽ കടന്നു വരും. വിഷാദരോഗം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ജനിതകമായ കാരണം കൊണ്ടാകാം, അല്ലെങ്കിൽ നോറെപ്പിനെഫ്രിൻ, ഡോപ്പമിൻ, സെറട്ടോണിൻ മുതലായ രാസപദാർത്ഥങ്ങളുടെ അസന്തുലിതാവസ്ഥയാകാം. അല്ലെന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ മൂലം മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് ഏൽക്കുന്ന ക്ഷതമോ മാറ്റങ്ങളോ ഒക്കെയാകാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെയാകാം അതിന്റെ കാരണം. സെപ്റ്റംബർ 10 വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആയി നാം ആചരിച്ചു. കാരണം 15% ഡിപ്രഷൻ രോഗികളാണ് ആത്മഹത്യയിലൂടെ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാറുള്ളത്. 40 സെക്കൻഡിൽ ഒരാളെങ്കിലും ആത്മഹത്യ ചെയ്യും. 2019 കണക്കനുസരിച്ച് ഇന്ത്യയുടെ ആത്മഹത്യാ നിരക്ക് 10.4, കേരളം 24.3 ആത്മഹത്യാ നിരക്കോടുകൂടി 5ാം സ്ഥാനത്തുമാണ്. ആത്മഹത്യയിലേക്ക് മാത്രമല്ല വിഷാദം നയിക്കുന്നത്. ഹൃദ്രോഗം, ഡയബറ്റിസ്, ലഹരികളോടുള്ള ആസക്തി തുടങ്ങിയ മറ്റു രോഗങ്ങളിലേക്ക് നയിക്കും. എന്നാൽ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ലോകത്തിലും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലും ചികിത്സ തേടുന്നത് വളരെ കുറവാണ്. ട്രീറ്റ്മെന്റ് ഗ്യാപ്പ്, അതായത് ചികിത്സ അവൈലബിൾ ആണെങ്കിൽ കൂടി ആ ചികിത്സ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ 87 മുതൽ 96% വരെയാണ്. ലോകത്തിന്റെ മൊത്ത കണക്കിൽ അത് 86%. നാം പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാർത്തയാണ്, നവജാത ശിശുവിനെ കൊല ചെയ്തതിനു ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു. ട്രീറ്റ് ചെയ്യപ്പെടാതെ പോയ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രസീവ് എപ്പിസോഡ് ആകാമേ. നിരവധി ചികിത്സകളാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമ്മൾ തീരുമാനിക്കുന്നത്, ഏത് ട്രീറ്റ്മെന്റ് വേണോ തീരുമാനിക്കുന്നത് വിഷാദരോഗത്തിന്റെ തരവും തീവ്രതയും തിരിച്ചറിഞ്ഞതിന് ശേഷമാണ്. മൈൽഡ് ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈക്കോതെറാപ്പി അഥവാ ടോക്ക് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി തുടങ്ങിയ ട്രീറ്റ്മെന്റ്സിലൂടെ നമുക്ക് ഭേദമാകും. അതേസമയം അത് കുറച്ചും കൂടെ തീവ്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം നൂതനമായ മരുന്നുകൾ ഇന്ന് അവൈലബിൾ ആണ്. FDA അപ്രൂവ് ചെയ്തതും സൈഡ് ഇഫക്ട്സ് കുറഞ്ഞതും അതേസമയം അഡിക്ഷൻ പൊട്ടൻഷ്യൽസ് കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ധാരാളം മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ്. അതല്ലാതെ ധാരാളം നൂതനമായ ചികിത്സാ രീതികൾ വേറെയുണ്ട്. ആയതിനാൽ വിഷാദരോഗം പോലുള്ള മനോരോഗങ്ങളെ പറ്റിയുള്ള ഭയവും അതിന് ചികിത്സ തരുന്ന സമൂഹത്തിന് നല്ല അപമാനമാണെന്നുള്ള ചിന്തയും നമുക്ക് ഒഴിവാക്കാം. നമ്മൾ നേരത്തെ തന്നെ രോഗം നിർണ്ണയിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് മസ്തിഷ്കത്തിലെ ഞരമ്പുകൾക്കുള്ള ക്ഷതം കുറയ്ക്കുകയും അതുമൂലം രോഗത്തിന്റെ തീവ്രതയും വീണ്ടും രോഗം വരാനുള്ള സാധ്യതയും കുറയ്ക്കുകയും ചെയ്യും. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഈ രോഗമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഷെയർ ചെയ്യാം. ആ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ രോഗസൗഖ്യത്തിന്റെ ആദ്യത്തെ പടി തന്നെ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ രോഗിയാണെങ്കിൽ അയാൾ പറയുന്നത് ക്ഷമാപൂർവ്വം കേൾക്കുക, അയാളെ സപ്പോർട്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക്.